ലവ് ആൻഡ് ഫോർഗിവ്നെസ്. ഇതിലൂടെ മാത്രമേ നഷ്ടപ്പെട്ട ഹാർമണി നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വീണ്ടെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത്. എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട്, എല്ലാവർക്കും കുറവുകളുണ്ട്. എന്താ വെച്ചാൽ രണ്ടുപേര് രണ്ട് DNA, രണ്ട് വ്യത്യസ്ത സമൂഹം, രണ്ട് വ്യത്യസ്ത കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന രണ്ടുപേര് ഒന്നിച്ച് ജീവിക്കാൻ പോകുമ്പോൾ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടാവും, ഒരുപാട് താളപ്പിഴകൾ ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് ഉൾക്കൊണ്ട് അക്സെപ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. അവിടെയാ സ്നേഹം ഉണ്ടാവുക, അവിടെയാ കുടുംബത്തിലെ ഹാർമണി ഉണ്ടാവുക. അക്സെപ്റ്റ് ആസ് ദേ ആർ. അവരായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. ആരും പെർഫെക്റ്റ് അല്ല ഈ ലോകത്ത്. അവരായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഉൾക്കൊണ്ട് പോകുവാനായിട്ട് പറ്റണം. ഇല്ലെങ്കിൽ പോയി, ജീവിതം പോയി. There is no perfect family, no perfect children, no perfect couples. പെർഫെക്ഷൻ പ്രതീക്ഷിച്ച് നമ്മൾ പോകരുത്. പെർഫെക്റ്റ് ആയിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല, ആകെ യേശു ക്രിസ്തു അല്ലാതെ. പെർഫെക്ഷൻ കിട്ടും, അത് എവിടെയെന്നറിയാവോ? കല്ലറയില്, സിമത്തേരിയിലുണ്ടാവും. രണ്ട് കൈയും കാലും ഒക്കെ കെട്ടിപ്പൂട്ടി വെച്ച്, മൂക്കിൽ പഞ്ഞിക്ക് വെച്ച്, 6 അടി മണ്ണില് 6 അടി കുഴിയില് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ടാവും. ഭയങ്കര നിശബ്ദമായ ഏരിയ, നല്ല പെർഫെക്ഷൻ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിൽ ഒരിക്കലും ഓരോ മനുഷ്യനിൽ നിന്ന് പെർഫെക്ഷൻ പ്രതീക്ഷിക്കരുത്. ഒരു കോർപ്പറേറ്റ് സെക്ടറിന്റെ പ്രൊഫഷണലിസം കുടുംബജീവിതത്തിൽ എക്സ്പെക്ട് ചെയ്യരുത്. ഇന്ന് എല്ലാവരും പെർഫെക്ഷൻ തേടി പോവാ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, ഡിവോഴ്സ് അറ്റ് ഫസ്റ്റ് ഫൈറ്റ്. ആദ്യ വയസ്സിലെ പ്രണയം, ആദ്യ വഴിക്ക് തന്നെ ഡിവോഴ്സും. ഇതാ ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ അതിന്റെ കാര്യം എന്നറിയാവോ? നമ്മൾ എല്ലാവരും ഗ്രേറ്റ് എക്സ്പെക്ടേഷനാണ് നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത്. എന്നിട്ട് അവസാനം എൻഡ് ചെയ്യുന്ന എവിടെയെന്നറിയാവോ? ഗ്രേറ്റ് ഡിപ്രഷനിലോട്ടാണ്. Each relationship start with great expectations, end with great depression. ഒത്തിരി പിള്ളേരെ കണ്ടിട്ടുണ്ട്. ഒത്തിരി കൊച്ചു കല്യാണം വിവാഹം കഴിഞ്ഞിട്ട് 2, 3, 4 വർഷമായ പിള്ളേരൊക്കെ ഒരു തരം മെക്കാനിക്കൽ ലൈഫാണ് നയിച്ചുകൊണ്ട് പോണത്. യാന്ത്രികമായിട്ട് പോവാ. രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകല, ഓഫീസിൽ പോണു, വൈകുന്നേരം വരുന്നു, ഭാര്യ അത്താഴം എന്താണെന്ന് ചോദിക്കുന്നു, വലിയ മിണ്ടാട്ടമൊന്നും ഇല്ല, കഴിക്കുന്നു. പിറ്റേന്ന് രാവിലെ വീണ്ടും ഓഫീസിൽ പോണു. റൊട്ടീൻ വർക്ക്, ഒരു ഹാർമണി ഇല്ല, പരസ്പരം മിണ്ടുന്നില്ല, സംസാരിക്കില്ല. എന്തിനൊക്കെയോ വേണ്ടിയിട്ട്, എന്തൊക്കെയോ കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറും മെക്കാനിക്കലായിട്ട് പോവാ. ഒരു ഹാർമണി ഇല്ലാതെ പോവാ ഇന്നത്തെ കാലഘട്ടത്തിൽ. ശരിക്കും പറയാൻ എന്താണെന്നറിയാവോ? സ്നേഹമില്ലാണ്ട് പോകണല്ല. എൻ്റെതേ ഒരു കാഴ്ചപ്പാടുണ്ട് കേട്ടോ സ്നേഹത്തിന്. പലരും പല രീതിയിൽ പല ഡെഫിനിഷൻസ് സ്നേഹത്തെ കുറിച്ച് പറയും. പക്ഷെ എൻ്റെ ഒരു ഡെഫിനിഷൻ സ്നേഹം എന്ന് പറഞ്ഞ് ഞാൻ ഒറ്റ വാക്കിൽ പറയും. ലവ് മീൻസ് ഡിസിഷൻ. തീരുമാനമാണ് സ്നേഹം. അതായത് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ചേട്ടായിൻ്റെ എല്ലാ കുറവുകളോടും ഉൾക്കൊള്ളുന്നു എന്ന തീരുമാനമാണ് ലവ്. അതാണ് സ്നേഹം. എൻ്റെ പാർട്ട്ണർക്ക് എന്തൊക്കെ കുറവുണ്ടെങ്കിലും, എന്തൊക്കെ കുഴപ്പമുണ്ടെങ്കിലും, എന്തൊക്കെ ഡിസ്ക്വാളിറ്റി ഉണ്ടെങ്കിലും ആ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഞാൻ അവനെ ഉൾക്കൊണ്ട് സ്നേഹിക്കാൻ പറ്റുന്ന ആ ഒരു തീരുമാനമാണ് സ്നേഹം. ലവ് മീൻസ് ഡിസിഷൻ. ഇറ്റ്സ് എ ഡിസിഷൻ. എൻ്റെ കാഴ്ചപ്പാടാണ് കേട്ടോ. ഇറ്റ്സ് എ ഡിസിഷനാണ്, ഏറ്റെടുക്കുകയാണ്, ഒരു വെല്ലുവിളിയാണ്, ഒരു ചലഞ്ചാണ് നമ്മൾ കുടുംബത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്നത്. എനിക്ക് അറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട്, ചങ്ങനാശ്ശേരിക്കാരാണ്. അറിയാന്ന് വെച്ചാൽ അകന്ന ബന്ധമുണ്ട്. ഒരു സോറി പറയാൻ പറ്റാത്തതുകൊണ്ട് ജീവിതം വ്യർത്ഥമായി പോയ ഒരു ചേച്ചി, ടീച്ചർ ചേച്ചിയുടെ ഒരു സംഭവമുണ്ട്. അതായത് ചേച്ചിയും ചേട്ടനെ വിവാഹം കഴിച്ചു. തുടക്കകാലത്ത് തന്നെ ചെറിയ ചെറിയ പൊരുത്തക്കേട്, വീട്ടുകാരും കൂട്ടുകാരൊന്നും ആരെയും മൈൻഡ് ചെയ്തില്ല. അവസാനം ഒരു വലിയ ഇഷ്യൂ ആയി. ചേച്ചിയാണെങ്കിൽ ടീച്ചറാണ്, ചേട്ടൻ ടാക്സി ഡ്രൈവറാണ്. അവർക്ക് 2 മക്കളുണ്ടായി. അവസാനം അവരുടെ വഴക്ക് ഭയങ്കരമായിട്ട് മൂർധന്യ അവസ്ഥയിലെത്തി. അവർ 2 പേരും പിരിഞ്ഞു. ഭർത്താവ് ഭർത്താവിൻ്റെ വീട്ടിൽ, ഭാര്യ ഭാര്യയുടെ വീട്ടിൽ. ഭർത്താവിൻ്റെ ഒപ്പം 2 മക്കളും നിൽപ്പുണ്ടാവും. ഭാര്യ ചേച്ചിയുടെ വീട്ടിൽ വന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു, ഇവിടെ നിൽക്കാൻ പറ്റില്ല, നിന്നെ കെട്ടിച്ചു വിട്ടതാണ്, നീ നിന്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചിയോട് ഞാൻ പോകത്തില്ല, എനിക്കവിടെ പൊരുത്തപ്പെടാൻ പറ്റത്തില്ല. അപ്പൊ അമ്മ പറഞ്ഞു, ഒരു കാരണവശാലും ഞാനിവിടെ നിർത്തില്ല. പുള്ളിക്കാരി ടീച്ചറാണല്ലോ, സ്വന്തമായിട്ട് ജീവിക്കാൻ അറിയാം. പുള്ളിക്കാരി എന്ത് ചെയ്യുന്നറിയാവോ? സ്വന്തമായിട്ട് ജീവിക്കാൻ ജോലിയുണ്ട്, കൂലിയുണ്ട്, എല്ലാം ഉണ്ട്. പുള്ളിക്കാരി ഹോസ്റ്റലിൽ നിന്നോ ജോലിക്കൊക്കെ പോയിട്ട് സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു. ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞു പോയി. ഈ 10 വർഷത്തിനിടയ്ക്ക്
ഒത്തിരി പേര് കോംപ്രമൈസിന് ശ്രമിച്ചു. പള്ളിയിൽ അച്ഛന്മാര്, കൂട്ടുകാര്, നാട്ടുകാര്, വീട്ടുകാർ ഒക്കെ കോംപ്രമൈസ് ചെയ്തിട്ടും രണ്ടുപേരും ഒരു അണുവിട തയ്യാറായില്ല. ഒരു പടിത്തുരുത്തി അഹങ്കാരം എനിക്ക് തോന്നുന്നു മുന്നിട്ടുന്നത് ആ ചേച്ചിയുടെ ഭാഗത്താണെന്നാണ് തോന്നുന്നത്. ആർക്കും ഒരു കോംപ്രമൈസിനും ഒന്നിനും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 10 വർഷം കഴിഞ്ഞു. 10ാമത്തെ വർഷം ആയപ്പോഴേക്കും ഈ ചേട്ടൻ ഒരു വലിയ ലോങ് ട്രിപ്പ് പോവാം. ടാക്സി ഡ്രൈവർ ആണല്ലോ. ഒരു ലോങ് ട്രിപ്പ് പോയിട്ട് തിരികെ വരുന്ന വഴി പുള്ളിക്കാരൻ ആക്സിഡന്റ് ആയിട്ട് മരിച്ചുപോയി. ഈ മരിച്ചുപോയി എന്ന വാർത്ത കേട്ട ഉടനെ ഉണ്ടല്ലോ, ചേച്ചി ഉടനെ ഒരു വണ്ടി പിടിക്കണു, ടാക്സി പിടിക്കണു, ഭർത്താവിന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി വെപ്രാളപ്പെടുന്നു, കരയുന്നു, നെഞ്ചിത്തടിക്കുന്നു, നിലവിളിക്കുന്നു. എന്താ ബഹളം! എന്നിട്ട് വണ്ടി പിടിച്ച് ഭർത്താവിന്റെ വീട്ടിലെത്തി. ഡെഡ് ബോഡി അവസാനമായിട്ടൊന്ന് കാണാനാ എത്തി. സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയപ്പോഴേക്കും ഈ ഭർത്താവിന്റെ അനിയന്മാര് വന്ന്, ചേച്ചി കയറാൻ പറ്റില്ല. 10 വർഷമായിട്ട് ചേച്ചി തിരിഞ്ഞു നോക്കിയില്ലല്ലോ, എന്റെ ഇച്ഛാന്റെ അടുത്ത് ഈ വീട്ടിലോട്ട് കാലുകുത്തിയില്ലല്ലോ, പിന്നെ എന്തിനാ മരിച്ചു എന്ന് കേട്ടപ്പോ ഈ ശവശരീരത്തെ കാണാൻ വേണ്ടി എന്തിനാ വരുന്നത്? വരണ്ട, ഞങ്ങൾ കാണാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ചു. അവർ കുറേ കരഞ്ഞ് കാല് പിടിച്ചു, അനങ്ങിയില്ല. അവസാനം അകത്തെ മുറിക്കാതെ ഒരു വിറങ്ങരിച്ച ശബ്ദം. നോക്കിയപ്പോ ഈ മരിച്ചയാളുടെ ഈ അനിയന്മാരുടെ അപ്പൻ പറയാണ്, ഈ ചേച്ചിയുടെ അമ്മായിപ്പന പറയാണ്, എന്റെ മക്കളെ അവരെന്നെ കയറ്റുവിട്ടേരടാ, എന്റെ മോൻ കെട്ടിയ താലി ഇപ്പോഴും അവിടെ കഴുത്തി കിടക്കണുണ്ടല്ലോ, കണ്ടിട്ട് പോട്ടേടാന്ന് പറഞ്ഞുകൊണ്ട് അനിയന്മാരെ കയറ്റി വിട്ടു. പുള്ളിക്കാരി അകത്ത് കയറി. ഡെഡ് ബോഡി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴേക്കും ഭയങ്കര നിലവിളി, കരച്ചില്, വീഴ്ചില്, ഉമ്മം വയ്ക്കുന്നു, തലോടുന്നു, തുടയ്ക്കുന്നു, എന്തൊക്കെയാ പ്രഹസനം. പക്ഷെ കണ്ടു നിന്നവർക്ക് ഒരു തുള്ളി സിമ്പതി, ഒരു തുള്ളി സഹതാപം തോന്നിയിട്ടില്ല. ഭയങ്കര ബഹള, ഭയങ്കര ഉമ്മം വെപ്പ. ഈ സ്ത്രീ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഒരു വലിയ നഷ്ടമാണോ നമുക്ക് ജീവിതത്തിൽ? നമുക്കൊരു പുതിയ തിരിച്ചറിവുണ്ടാവാൻ, നമുക്കൊന്ന് മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഈ വലിയ നഷ്ടങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നത്? വിട്ടികളായ നമ്മൾ എല്ലാ മനുഷ്യരും കാത്തിരിക്കുന്നത് വലിയ നഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടാ. നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ തീരുമാനിച്ചോളാം, ഞാൻ മാനസാന്തരപ്പെട്ടോളാം, ഞാൻ മാറി ചിന്തിച്ചോളാം, ഞാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാക്കിക്കോളാം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മള്. മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ 10-100 ആൾക്കാരെ വിളിച്ച് വലിയ ആണ്ട് നടത്തി സദ്യ കൊടുക്കും. ജീവനോടെ ഇരിക്കുമ്പോ അന്തിമയങ്ങ നേരത്ത് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എന്തിനാ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് സദ്യ കൊടുക്കുന്നത്? ജീവനോടെ ഇരിക്കുമ്പോ മുറ്റത്ത് നിന്നും ഒരു പിച്ചിപ്പൂവോ മുല്ലപ്പൂവോ റോസാപ്പൂവോ പറിച്ചിട്ട് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് കൊടുത്തിട്ട് ഐ ലവ് യു, ഐ നീഡ് യു ടിൽ ദ എൻഡ് ഓഫ് മൈ വേൾഡ് എന്ന് പറയാൻ പറ്റുന്നില്ല എങ്കിൽ എന്തിനാണ് മരിച്ചു കഴിഞ്ഞിട്ട് കല്ലറെ കൊണ്ടുപോയി ശവക്കൂനയിൽ കൊണ്ടുപോയിട്ട് കൂന കൂട്ടിയിട്ട് പൂക്കളിടുന്നത്? എന്തർത്ഥമാ ഉള്ളത്? ജീവനോടെ ഇരിക്കുമ്പോ ചോരി ഒഴുകുന്ന നെറ്റിയിൽ അമർത്തി ചങ്കോട് ചേർത്ത് വെച്ചിട്ട് ഐ ആം സോറി ഇച്ചായ, സാരമില്ല, ഒക്കെ ശരിയാവെന്ന് പറഞ്ഞ് നെറ്റിയിൽ അമർത്തി ഒരു മുത്തം കൊടുക്കാൻ പറ്റാത്ത നമ്മള് മരിച്ചു കഴിയുമ്പോ എന്തിനാ കെട്ടിപ്പിടിച്ച് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഡെഡ് ബോഡിയിൽ കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുക്കണത്? എന്തർത്ഥമാ ഉള്ളത്? നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കണ എങ്ങനെയാ?